നമ്മുടെ കൗമാരപ്രായത്തിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ് മുഖത്തെ മുഖക്കുരു. ഈ സമയത്ത് വരുന്ന മുഖക്കുരുവിനെ നമ്മൾ ഹോർമോണൽ ചേഞ്ചസ് ആയിട്ടും പ്രായത്തിൻ്റെതായിട്ടും എല്ലാം തള്ളിക്കളയാറുണ്ട്. നിങ്ങളുടെ മുഖക്കുരു മെൻസസിന്റെ തൊട്ട് മുമ്പായിട്ട് അല്ലെങ്കിൽ മെൻസോട് കൂടി തന്നെ വരിക, അത് കൂടാതെ തന്നെ നിങ്ങൾക്ക് മെൻസസ് ഇറഗുലർ ആകുക, നിങ്ങൾ തടി കൂടി വരിക, നിങ്ങളുടെ മുഖത്തെല്ലാം ഹെയർ ഗ്രോത്ത് ഉണ്ടാവുക, ഫേഷ്യൽ ഹെയർസ് തുടങ്ങിയവയെല്ലാം PCOD ആക്നിയുടെ കൂടെ കണ്ടുവരുന്ന സിംറ്റംസ് ആണ്. സോ PCOD മുഖക്കുരു വളരെ എഫക്റ്റീവായി ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അടുത്തുള്ള ഹോമിയോ ക്ലിനിക്കിലോ ഹോമിയോ ഗവൺമെന്റ് ഡിസ്പെൻസറിയോ സന്ദർശിക്കാവുന്നതാണ്. നമ്മുടെ ടീനേജ്, നമ്മുടെ കൗമാരപ്രായത്തിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ് മുഖത്തെ മുഖക്കുരു. ഈ സമയത്ത് വരുന്ന മുഖക്കുരുവിനെ നമ്മൾ ഹോർമോണൽ ചേഞ്ചസ് ആയിട്ടും പ്രായത്തിൻ്റെതായിട്ടും എല്ലാം തള്ളിക്കളയാറുണ്ട്. പക്ഷെ ചിലവരിൽ ഈ മുഖക്കുരു തുടർന്നും നിലനിൽക്കുന്നതായി കാണാറുണ്ട്. ഇങ്ങനെ കാണുന്ന മുഖക്കുരുവിന്റെ പല കാരണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് PCOS, അതായത് പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ്. സോ ഇന്നത്തെ ടോപ്പിക്കിൽ ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് PCOD ആക്നി, അതിന്റെ ട്രീറ്റ്മെന്റ്സ്, അതിന്റെ ഹോം റെമഡീസ്, എങ്ങനെ അത് മാനേജ് ചെയ്യാം, PCOD മുഖക്കുരു മറ്റു മുഖക്കുരുവിൽ നിന്ന് എങ്ങനെ നിങ്ങൾക്ക് തിരിച്ചറിയാം എന്നെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഐ എം ഡോക്ടർ സഫിയ മൂസ, സീനിയർ ഹോമിയോപ്പതി കൺസൾട്ടന്റ്, ഒലീവ് ഹോമിയോ ക്ലിനിക്, കേശേരി, മലപ്പുറം. PCOD-കാരിൽ എന്തുകൊണ്ടാണ് മുഖക്കുരു ഉണ്ടാകുന്നത്? PCOD-കാരിൽ ഹൈപ്പർ ഇൻസുലിനീമിയ എന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. അവരുടെ ഇൻസുലിൻ ലെവൽ ഹൈ ആയിരിക്കും. ഹൈപ്പർ ഇൻസുലിനീമിയ നമ്മുടെ അണ്ഡാശയത്തെ ഓവറിയെ സ്റ്റിമുലേറ്റ് ചെയ്ത് ആൻഡ്രോജൻ എന്ന മെയിൽ ഹോർമോൺ റിലീസ് ആവും. ഈ ആൻഡ്രോജൻ മെയിൽ ഹോർമോൺ നിങ്ങളുടെ മുഖത്ത് കാണുന്ന സെബേഷ്യസ് ഗ്ലാൻഡിനെ ആക്ടിവേറ്റ് ചെയ്യുകയും ഒരു ഓയിൽ പോലത്തെ സെബം റിലീസ് ചെയ്യുകയും ഈ ഓയിലി സെബം നമ്മുടെ ബാക്ടീരിയ ആയിട്ട് എക്സ്പോഷറായി അതിൽ കുരുക്കൾ ഉണ്ടാകുകയും ചെയ്യും. ഇതാണ് PCOD-കാരിൽ കൂടുതലായി മുഖക്കുരു ഉണ്ടാവാനുള്ള കാരണം. PCOD മുഖക്കുരു മറ്റു മുഖക്കുരുവിൽ നിന്ന് എങ്ങനെ നിങ്ങൾക്ക് വ്യത്യസ്തമായി എങ്ങനെ നിങ്ങൾക്ക് തിരിച്ചറിയാം? PCOD മുഖക്കുരു മെയിനായി കാണുന്നത് ആൻഡ്രോജൻ സെൻസിറ്റീവ് ഏരിയാസിലാണ്. അതായത് നിങ്ങളുടെ താടിയെല്ലിന്റെ താഴെ, ചെസ്റ്റിന്റെ അപ്പർ ഭാഗത്ത്, പിൻകഴുത്തിന്റെ താഴെ ഭാഗത്ത് എല്ലാമാണ് കൂടുതലായി PCOD ആക്നെ കാണാറുള്ളത്. ഈ ആക്നയുടെ സിംറ്റംസ് എന്താണെന്ന് വെച്ചാൽ വളരെ ചുമന്ന് തടിച്ച് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള വേദനയായിട്ടുള്ള കുരുക്കളാണ് കാണാറ്. PCOD ആക്നെ നമ്മുടെ സ്കിന്നിന്റെ ഡീപ്പർ ലെയേഴ്സിലാണ് കൂടുതലും കാണാറ്. അതുകൊണ്ട് തന്നെ പാട വീഴാനും സ്കാർ ഫോം ചെയ്യാനും വളരെ എളുപ്പമാണ്. PCOD ആക്നക്ക് അതിന്റെ കൂടെ തന്നെ അസോസിയേറ്റ് ആയിട്ടുള്ള കുറച്ച് സിംറ്റംസ് കാണാറുണ്ട്. അതായത് നിങ്ങളുടെ മുഖക്കുരു മെൻസസിന്റെ തൊട്ട് മുമ്പായിട്ട് അല്ലെങ്കിൽ മെൻസോട് കൂടി തന്നെ വരിക, അത് കൂടാതെ തന്നെ നിങ്ങൾക്ക് മെൻസസ് ഇറഗുലർ ആകുക, നിങ്ങൾ തടി കൂടി വരിക, നിങ്ങളുടെ മുഖത്തെല്ലാം ഹെയർ ഗ്രോത്ത് ഉണ്ടാവുക, ഫേഷ്യൽ ഹെയർസ് തുടങ്ങിയവയെല്ലാം PCOD ആക്നിയുടെ കൂടെ കണ്ടുവരുന്ന സിംറ്റംസ് ആണ്. PCOD ആക്നെ മാനേജ് ചെയ്യാൻ നിങ്ങൾ നോക്കേണ്ടത് 3 കാര്യങ്ങളാണ്. ഒന്ന് ഡയറ്റ്, ഒന്ന് പേഴ്സണൽ ഹൈജീൻ, മറ്റൊന്ന് ട്രീറ്റ്മെന്റ്. പേഴ്സണൽ ഹൈജീനിൽ ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തേത്, നിങ്ങൾ റെഗുലറായി മുഖം വാഷ് ചെയ്ത് ക്ലീൻ ആയി സൂക്ഷിക്കുക. ഇത് പറയുമ്പോൾ റെക്കറന്റായി മുഖം കഴുകിക്കൊണ്ടേ ഇരിക്കരുത്. കാരണം ഓവറായി നിങ്ങൾ മുഖം വാഷ് ചെയ്താൽ നിങ്ങളുടെ മുഖം ഡ്രൈ ആവുകയും സെബേഷ്യസ് സെൽസ് ആക്റ്റീവ് ആവുകയും കൂടുതൽ സെബം അല്ലെങ്കിൽ ഓയിൽ മുഖത്തേക്ക് റിലീസ് ആവുകയും ഇതുവഴി കൂടുതൽ കുരുക്കൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ദിവസത്തിൽ 2 നേരം മാത്രം നല്ലൊരു മൈൽഡ് ആയിട്ടുള്ള ഫേസ് വാഷ് വെച്ച് മുഖം കഴുകുക. മേക്കപ്പ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഓയിൽ ഫ്രീ ആയിട്ടുള്ള മേക്കപ്സ് യൂസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മുഖം കഴുകിയതിനു ശേഷം ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. മുഖക്കുരുക്കാർക്ക് സ്ഥിരമായിട്ടുള്ള ഒരു ഹാബിറ്റാണ് മുഖക്കുരുവിൽ എപ്പോഴും തൊട്ടുകൊണ്ടിരിക്കുക എന്നുള്ളത്. ഇത് ഒഴിവാക്കൽ വളരെ നിർബന്ധമാണ്. മുഖക്കുരു ടച്ച് ചെയ്യുമ്പോൾ ബാക്ടീരിയ സ്പ്രെഡ് ആകുകയും സ്പ്രെഡായ ഭാഗത്തെല്ലാം പുതിയ കുരുക്കൾ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ ഹെയർ മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. വളരെ ലോങ് ഹെയർസ് ഉള്ളവരാണെങ്കിൽ ഹെയർ മുഖത്തേക്ക് വരുന്നത് മാറ്റിവെച്ച് ഹെയർ മുഖത്തേക്ക് വരുന്നത് തടയാനായി ബാക്കിൽ പുട്ടപ്പ് ചെയ്യുകയോ ടൈ ചെയ്യുകയോ ചെയ്യുക. കാരണം ഹെയറിലുള്ള ഡേർട്ടും ഓയിലും വഴി മുഖക്കുരു കൂടാനുള്ള ചാൻസ് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. വെയിലത്തേക്ക് പോവുകയാണെങ്കിൽ 20 മിനിറ്റ് മുമ്പെങ്കിലും സൺസ്ക്രീൻ ലോഷൻ യൂസ് ചെയ്യുന്നത് ഈ PCOD മുഖക്കുരുക്കാർക്ക് വളരെ നല്ലതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഉറക്കവും സ്ട്രെസ്സും മാനേജ് ചെയ്യുക, റെഗുലറായി എക്സസൈസ് ചെയ്യുക. എക്സസൈസ് എങ്ങനെയാണ് മുഖക്കുരു കുറക്കുക എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഇതിന്റെ റീസൺ എന്തെന്ന് വെച്ചാൽ കൂടുതലായി എക്സസൈസ് ചെയ്യുമ്പോൾ കോർട്ടിസോൾ എന്ന ഹോർമോൺ ലെവൽ കുറയുകയും ഇതുവഴി ഇൻസുലിൻ ഹോർമോണിന്റെ ലെവൽ ഡിക്രീസ് ചെയ്യാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് PCOD-കാരുടെ മുഖക്കുരു കുറയാൻ എക്സസൈസ് വളരെ നല്ലൊരു മാർഗമാണ്. സെയിം എഫക്റ്റ് തന്നെയാണ് സ്ട്രെസ് കുറക്കുകയും ഉറക്കം കൂട്ടുകയും ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. എക്സസൈസ് കൂട്ടി നിങ്ങൾ സ്ട്രെസ് റെഡ്യൂസ് ചെയ്താൽ കോർട്ടിസോൾ ലെവൽ ഡിക്രീസ് ചെയ്യുകയും ഇൻസുലിൻ ഹോർമോണിന്റെ ലെവൽ ഡിക്രീസ് ചെയ്യുകയും ഇതുവഴി PCOD ആക്നെ റെഡ്യൂസ് ചെയ്യുകയും ചെയ്യും. PCOD ആക്നെ ഉള്ളവർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഡയറ്റാണ്.
ഡയറ്റിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ സ്കിൻഡ് ആയിട്ടുള്ള മിൽക്ക്, പാല് ഒഴിവാക്കുക, പാൽ ഉൽപ്പന്നങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. അതുപോലെ തന്നെ പിസിഒഡിക്കാർക്ക് നമ്മൾ അഡ്വൈസ് ചെയ്യാറുള്ള പോലെ തന്നെ ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ഡൗൺ ചെയ്യുക. കൂടാതെ തന്നെ റിഫൈൻഡ് ഫുഡ്സ് ആയ പിസ്സ, ബർഗേഴ്സ് പോലുള്ള ഫാസ്റ്റ് ഫുഡ്സ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക. പിന്നെ എന്തൊക്കെയാണ് പിസിഒഡിക്കാർ കഴിക്കേണ്ടത്? ക്രൂസിഫറസ് വെജിറ്റബിൾസ് ധാരാളമായി കഴിക്കുക. ബ്രൊക്കോളി, ക്യാബേജ്, കോളിഫ്ലവർ, ക്യാപ്സിക്കം എല്ലാം ധാരാളമായി കഴിക്കുക. ഒമേഗ 3 ഫാറ്റി ആസിഡ് നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. ഒലീവ് ഓയിൽസ് കഴിക്കാം. സീ ഫുഡ്സ് ധാരാളമായി കഴിക്കാം. പ്രോബയോട്ടിക്സ്, തൈര് കഴിക്കുന്നതും പിസിഒഡിക്കാർക്ക് വളരെ നല്ലതാണ്. മഗ്നീഷ്യം റിച്ച് ഫുഡ്സ് ആയ ബനാന, പംകിൻ സീഡ്സ്, മാംഗോ, അവക്കാഡോ തുടങ്ങിയവയെല്ലാം യൂസ് ചെയ്യാം. വൈറ്റമിൻ ഡി ധാരാളമായി കഴിക്കുന്നത് ഫോളിക്കിൾ മെച്ചുറേഷൻ, അണ്ടാശയത്തിലെ ഫോളിക്കിൾ മെച്ചുർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇതുവഴിയും പിസിഒഡി ആക്നെ നമുക്ക് തടയാൻ പറ്റും. വൈറ്റമിൻ ഡി ധാരാളമായി നിങ്ങളുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യാം. പക്ഷേ പാൽ ഉൽപ്പന്നങ്ങളും ഒഴിവാക്കുന്നതാണ് നല്ലത്. ചില ആളുകൾ പിസിഒഡി മുഖക്കുരു കൺട്രോൾ ചെയ്യാനായി ബർത്ത് കൺട്രോൾ പിൽസ് കഴിക്കുന്നത് കാണാറുണ്ട്. പക്ഷെ ഇത് എപ്പോഴും നിങ്ങൾക്ക് ഒരു ടെമ്പററി ലീഫ് മാത്രമേ തരുള്ളൂ. ആക്നെ കുറയാൻ വേണ്ടി നിങ്ങൾ പിസിഒഡി ട്രീറ്റ് ചെയ്യാണ് ഫസ്റ്റ് വേണ്ടത്. ഹോമിയോപ്പതിയിലും പിസിഒഡി ആക്നെ മാനേജ് ചെയ്യുന്ന വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള മെഡിസിൻസ് അവൈലബിൾ ആണ്. കാലിബ്രോമേറ്റം, പൾസാറ്റില നൈഗ്രിക്കൻസ്, കാൽക്കേരിയ കാർബണേറ്റും തുടങ്ങിയവയും ഹൈഡ്രാസിസ് ടിഞ്ചർ പോലുള്ള ഫേസ് വാഷുകളും കൂടാതെ ബൊറാക്സ്, കാലിമുരാറ്റിക്കം എന്നിവ വളരെ എഫക്റ്റീവായ ചില ഹോമിയോപ്പതിക് മെഡിസിൻസ് ആണ്. സോ പിസിഒഡി മുഖക്കുരു വളരെ എഫക്റ്റീവായി ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അടുത്തുള്ള ഹോമിയോ ക്ലിനിക്കിലോ ഹോമിയോ ഗവൺമെന്റ് ഡിസ്പെൻസറിയോ സന്ദർശിക്കാവുന്നതാണ്. പിസിഒഡി മുഖക്കുരു എങ്ങനെ മാനേജ് ചെയ്യാമെന്നും അതിന്റെ ട്രീറ്റ്മെന്റ്സും കാരണങ്ങളും എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു ഹെൽത്ത് വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഐ ആം ഡോക്ടർ സഫിയ മൂസ, സീനിയർ ഹോമിയോപ്പതി കൺസൾട്ടന്റ്, ഒലീവ് ഹോമിയോപ്പതി ക്ലിനിക്, കീശേരി.